ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ പാകിസ്ഥാനിലെ അമേരിക്ക-ഇറാൻ ചർച്ചകൾ പ്രഹസനമായി അവസാനിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. എന്നാൽ അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കോടിക്കണക്കിന് ഡോളറിൻ്റെ എണ്ണ ഇടപാടുകളിലൂടെ ഇറാൻ്റെ ജീവനാഡിയായി ചൈന മാറുന്നത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ എണ്ണ വ്യാപാരത്തെ തകർക്കാൻ പുതിയ ഉപരോധങ്ങളുമായി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിലൊന്നായ ചൈനീസ് കമ്പനി ഹെംലി പെട്രോ കെമിക്കലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. ഇറാൻ്റെ ഊർജ്ജ വിപണി വരിഞ്ഞു മുറുക്കി അവരെ നയതന്ത്ര ചർച്ചകളിൽ ദുർബലപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ സാമ്പത്തിക ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ട്രംപിൻ്റെ തന്ത്രം പക്ഷേ ചൈനയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ പതറുകയാണ്. സാധാരണ വാണിജ്യ വിനിമയങ്ങൾ തുടരണമെന്ന ചൈനയുടെ ആവശ്യം ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ഏകപക്ഷീയതയ്ക്കുള്ള മറുപടിയാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ നട്ടെല്ലായ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളെ തകർക്കാൻ 40 ഷിപ്പിംഗ് കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ഷാഡോ ഫ്ലീറ്റ് എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന കപ്പൽ വ്യൂഹത്തെ തടയുക വഴി ഇറാൻ്റെ വരുമാന മാർഗം അടയ്ക്കാമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. എന്നാൽ കടലിലെ ഈ നിഗൂഢപാതകൾ ഇന്നും സുരക്ഷിതമായി തുടരുന്നത് അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ചാണ്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അമേരിക്കയിൽ ചൈനീസ് എംബസി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാരവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി. ചൈനീസ് കമ്പനികളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ആഗോള സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്ന് അവർ തുറന്നടിച്ചു. അമേരിക്കൻ ആസ്തികൾ മരവിപ്പിച്ചും വ്യാപാര വിലക്കുകൾ ഏർപ്പെടുത്തിയും ഭയപ്പെടുത്താൻ നോക്കുമ്പോഴും ചൈനീസ് റിഫൈനറികൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. ഇത് അമേരിക്കയുടെ ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യമുയർത്തുന്നു. അമേരിക്കയുടെ എല്ലാ നിയന്ത്രണങ്ങളെയും മറികടന്ന് ചൈന ഇറാൻ്റെ ഏറ്റവും വലിയ വിശ്വസ്ത പങ്കാളിയായി മാറിയിരിക്കുന്നു. ഈ വ്യാപാര വിടവ് നികത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ചൈനയിലെ സ്വതന്ത്ര റിഫൈനറികളായ ടീപോർട്ടുകളാണ് അമേരിക്കൻ ഭരണകൂടത്തിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ഏതു പ്രതിസന്ധിയിലും ഇറാൻ്റെ കൈപിടിക്കാൻ ചൈന തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ചൈനയെപ്പോലെ ഒരു വൻ ശക്തിയുമായി വ്യാപാര യുദ്ധത്തിന് മുതിരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കും. ട്രംപിൻ്റെ പുതിയ സാമ്പത്തിക യുദ്ധം ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ആഗോള വിപണിയിൽ അമേരിക്കൻ ആധിപത്യം അസ്തമിക്കുകയാണെന്നും ചൈനീസ് നേതൃത്വത്തിലുള്ള പുതിയൊരു സാമ്പത്തിക ക്രമം രൂപപ്പെടുകയാണെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു.